പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാവരും ചോദിക്കും, ഞങ്ങൾക്ക് വലിയ വാളയെല്ലാം കിട്ടി ഞങ്ങൾ കൊടുത്ത് ചെറിയ വാള ഞങ്ങൾക്ക് കറി വെക്കാൻ എടുക്കാൻ ഇത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അത് ആ ക്ലീൻ ചെയ്യുന്നതൊന്ന് കാണിക്കാൻ വേണ്ടി, ക്ലീൻ ചെയ്യുന്നത് കാണിക്കാനായിട്ടാണ് ഞങ്ങൾ ഈ വാള ഇങ്ങനെ വെട്ടുന്നത്. ഇത് വെട്ടി ക്ലീൻ ചെയ്ത് എടുക്കുന്നത് കാണിക്കാം. അത് ഞാൻ ഇതിൻ്റെ ചിറകെല്ലാം വെട്ടുകയാണ്. ചിറകെല്ലാം വെട്ടി വാലെല്ലാം കളഞ്ഞ് ഇതിൻ്റെ സൈഡിനൊരു 2 മുള്ളുണ്ട്, അതുമൊക്കെ വെട്ടി കളഞ്ഞിട്ടാണ് തേക്കുന്നത്. അസിസ്റ്റൻ്റാണോ കൂടെ ഇരിക്കുന്നത്? അസിസ്റ്റൻ്റ് മാനേജരാ. അസിസ്റ്റൻ്റ് ഇതൊക്കെ കണ്ടുപിടിക്കുക. എൻ്റെ കാലം കഴിയുമ്പോൾ ചെയ്യണ്ട, അതിന് വേണ്ടിയാ. ഇതാണ് ഇതിൻ്റെ മെയിൻ ആയുധം. മീനിൻ്റെ ആയുധമാണിത്. അത് ഞങ്ങൾ കണ്ടിച്ചെടുക്കുന്ന ശാലം പണിയാണ്. എടുത്തേക്കാം. ചെമ്പല്ലി വെള്ളം കളഞ്ഞു അത് തീർച്ചി. കുഞ്ഞതല്ല മോനെ, ഇത് വാള. ഇങ്ങനെ വെട്ടുന്ന കൂട്ടത്തിലേ ഇതിന് ഒരു ചെറിയൊരു മുള്ളുണ്ട്, ആരംഭം കണ്ട. അത് കൈ കയറാതിരിക്കാനാണ് നമ്മൾ സൂക്ഷിച്ച്, അല്ലെങ്കിൽ കൈ അങ്ങ് കീറിപ്പോവും ഇത് അങ്ങനെ കൊണ്ടു കഴിയുമ്പോൾ. കൈ മുള്ളു വായിലൊരു മുള്ളു, നല്ല പല്ല് കണ്ടിട്ട്. ഓ, വായിൽ പല്ലാണ്. മുള്ളു പോലെ ഇരിക്കുന്ന പോലത്തെ പല്ല്. വലിയ കുറേ കിട്ടിയ കുറവായാ അതിനകത്ത് കിട്ടുന്നത്. അത് കിട്ടിയാണ്ടേ ഇത്ര കിട്ടിയുള്ളൂ. ഇന്നത്തെ അധ്വാനമാണിത്. നീ മാറിക്കേ, ജൂലി മാറിക്കേ, മണിക്കൂട്ടം കൊണ്ടുപോട്ടെ. കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് കിട്ടിയതാണ് ചിറകൊടിഞ്ഞിട്ട്. നമ്മൾ റെഡിയാക്കി, അത് ഇതുവരെ പോയിട്ടില്ല. നമ്മളതിനെ പൂട്ടിയിട്ടിട്ടില്ല, തുറന്നു വിട്ടേക്കുക. ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ, ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. അങ്ങേറെ ചിറകൊന്നും വെട്ടിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. മണിക്കുട്ടൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ചില ആൾക്കാരൊക്കെ ഇത് പൊളിച്ചാണ് കറി വെക്കുന്നത്. ഞങ്ങളിത് തേച്ച് വെളുപ്പിച്ച് ആണ് എടുക്കുന്നത്. തേക്കാനായിട്ട് എളുപ്പത്തിന് വേണ്ടി ഞങ്ങളിത് ഇങ്ങനെ 2ആയിട്ട് മുറിക്കും. ഞാൻ കൈക്ക് ഒതുങ്ങുമല്ല 2ആയിട്ട് മുറിച്ച് കഴിഞ്ഞാൽ.
തേച്ച് കഴിയുമ്പോൾ ഈ ചുണ്ണാമ്പ് പോലെ ആണ് ഇതിൻ്റെ ഉളുമ്പ്. അത് ഞാനിത് മുറിച്ചതിൻ്റെ വാലുഭാഗമാണിത്. ഇത് ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി തല തേച്ച് പിടിപ്പിക്കണം. ഇതിൻ്റെ തലഭാഗമാണ് ഇത്. പ്രിയ സുഹൃത്തുക്കളെ, നല്ല മഴയൊന്ന് വരുന്നുണ്ട്. മഴ വരുന്ന അകത്ത് പോക്കോടാ. നമ്മൾ തേച്ച് വെളുപ്പിച്ചിട്ടുണ്ട്. ഇത് കറി വെക്കാനായിട്ട് ഇതിങ്ങനെ ചെറുതായിട്ടെന്ന് പറഞ്ഞാൽ ചെറുതായിട്ടല്ല, തീരെ ചെറുതായിട്ടല്ല, എന്നാലും ഈ കഷ്ണത്തിലൊക്കെ ഉപ്പും പുളി മുളകും ഒക്കെ പിടിക്കേണ്ട, അതുകൊണ്ട് അതനുസരിച്ചുള്ള പീസാക്കുക. ഇതാണ് ഒരു പീസ്. അതിന് മാംസത്തിന് കളർന്ന് കാണിച്ചേ. പ്രിയ സുഹൃത്തുക്കളെ, ഈ മീൻ കൂട്ടിയിട്ടുള്ളവർ ഇതിൻ്റെ അനുഭവം ഒന്ന് പങ്കുവെക്കണം കേട്ടോ. ചില ആൾക്കാർ കമൻറ്റ് ഇടാറുണ്ട് ഇത് കൊള്ളുകയില്ലാത്ത മീനാണ്. അങ്ങനെയല്ല, കുട്ടനാട്ടിൽ കിട്ടുന്ന ദശക്കനമുള്ള മീനിൽ ഏറ്റവും നല്ല മീനാണ് വാള. ആഹാ, സൗണ്ട് കേട്ടോ, ഇടി വെട്ടുന്ന സൗണ്ടാണ്. ഇവിടെ കുറേ പരിപാടിയില്ലേ തൊലി പൊളിക്കുന്നതൊക്കെ ആയിട്ട്. ഒരു ദിവസം ആർഷയ്ക്ക് പനിയായിരുന്ന സമയത്ത് ഞാനൊരു മീനെടുത്ത് വെട്ടിയായിരുന്നു. ആദ്യമൊക്കെ ഇച്ചിരി കഷായിച്ച്, അവസാനം ഞാനത് ഒത്തൊപ്പിച്ചെടുത്ത്. ഇതിപ്പോൾ ഒരാൾക്ക് ഒരു പീസ് മതിയല്ലോ. അതനുസരിച്ചുള്ള ഇത് പിടിക്കേണ്ട രീതിയിലുള്ളതല്ലേ വിട്ടത്. ഇല്ല, തീരെ ചെറുതാക്കണം, തീരെ ചെറുതാ കലങ്ങിപ്പോവും. തീരെ അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ ഒരു അനുഭവം പറയാം. ഈ വാള എന്ന് പറയുന്ന മീൻ കറി വെക്കുന്നതിനേക്കാൾ ഭയങ്കര ടേസ്റ്റാണ് വറക്കുന്നത്. ചിക്കൻ ഫ്രൈയും BDF ഒക്കെ മാറി നിൽക്കും. ഇതിൻ്റെ ഈ വെളുപ്പ് ഉണ്ടോ, അത് ഉളുമ്പല്ലേ? ഇത് ഭയങ്കര ഉളുമ്പാണ്. ഇത് ഇങ്ങനെ അങ്ങ് പൊളിച്ച് കളയും. അത്ര സതയെ പൊളിക്കരുത്. ഇങ്ങനെ പൊളിച്ച് എല്ലാം നല്ല ക്ലീനാക്കി. മഴ പെയ്തിറങ്ങി തോന്നും കേട്ടോ. പെട്ടെന്നാകുവാണെങ്കിൽ നിൽക്കെ കാണിക്കാതെ ഞാനിവിടെ ഒരു കുക്ക് ഒരു പൈസ കൊടുക്കാതെ യാത്ര ചെയ്യുന്നു, ഒഴുകി പോകണം. ചെളപ്പ് കൊടുക്കത്തില്ലല്ലോ. വേറെ ചില മീൻ്റെയൊക്കെ നമ്മൾ ചെളപ്പ് കൊടുക്കാറില്ലേ? കരിമീനൊക്കെ ചെളപ്പ് വെച്ചിട്ട്. ഇതൊക്കെ വലുതല്ലേ, ഇതൊക്കെ നമ്മൾ എടുത്തു പോയ പല്ലൊക്കെ. അയ്യോ,
നല്ല മുഴുത്ത വാളയുടെ തല മാത്രമായിട്ട് എടുത്ത് കറി വെക്കണം അല്ലേ അമ്മേ? ആൾക്കാരൊക്കെ ചോദിക്കും വെട്ടിത്തരാമെന്ന് ചോദിക്കും. കണ്ടോ കഷ്ടപ്പെടുന്നത്. ഇതുപോലെ കഷ്ടപ്പെട്ടെങ്കിലേ ഇത് ക്ലീനാക്കി എടുക്കാനൊക്കത്തുള്ളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ തല തേച്ചാൽ എത്ര തേച്ചാലും ഇതിൻ്റെ തല വെളുക്കുകയല്ല. തലയും ആ വയറുഭാഗവും പൊളിച്ചായെടുക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ തേച്ച് വൃത്തിയാക്കി എടുക്കും. ബാക്കിയൊക്കെ തേച്ച് വൃത്തിയാക്കുന്നതാണ് മീൻ കറിക്ക് രുചി. ചില രീതിയിലൊക്കെ വെട്ടിയെടുക്കണ നല്ല ഈ ക്ഷമയോടുകൂടി ഇരുന്ന് ചെയ്യുന്നവർക്ക് പറ്റത്തുള്ളൂ. ഇതൊക്കെ അമ്മയ്ക്ക് നല്ല ക്ഷമയുണ്ടെന്നല്ലേ അമ്മ ഈ പറഞ്ഞു വരുന്നത്? അതുകൊണ്ടാണ് ഞാൻ ഇത്ര നേരം ഇത് വെട്ടി തേച്ച് എഴുതുന്നത്. തേച്ച് കണ്ടോ? അപ്പം ഇത് ഇങ്ങനെ പൊളിച്ച് തിരിച്ച് തലയിലൊക്കെ നല്ല മാംസമുണ്ട്. തലയുടെ ഭാഗത്തുള്ള കറുപ്പ് മൊത്തം കളഞ്ഞെടുത്തു. ഇനിയിപ്പോൾ അടുത്തുണ്ട്. ഇതും അതുപോലെ തന്നെ. അതാ താടിയല്ലല്ലേ ഇത്? ആ, ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ പണിയുടെ ബുദ്ധിമുട്ട് ഇതൊക്കെ കണ്ട് വേസ്റ്റിലേക്ക് അങ്ങ് തട്ടും. അങ്ങനെ പറഞ്ഞ പണിയുടെ ഇതുകൊണ്ട് വേസ്റ്റ് തട്ടും. നമ്മളിത് എമ്മോട് എന്ന് വെച്ചാൽ ഇതുമല്ല, നമുക്ക് ഭക്ഷണമായിട്ട് കറിയായിട്ട് കൂട്ടാം. ആഹാ അമ്മ പെട്ടെന്ന് ആയിക്കോ കേട്ടോ. പകലത്തെ ഇടിയെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഇങ്ങനെയാണ് മീൻ കറിക്ക് വേണ്ടി വെട്ടിയെടുക്കുന്നത്. ഇത് ഒരെണ്ണം വെട്ടാനിരിക്കുകയാണ്. മഴ വരുന്ന കാരണം പെട്ടെന്ന് ഈ ഒരെണ്ണം വെട്ടിയെടുത്ത് ഇനി അത് ഇതും കൂടെ ഒന്ന് ഇതുപോലെ തന്നെ തേച്ച് വെളുപ്പിച്ചെടുക്കണം. പിന്നെ ഒരെണ്ണം കൂടെ തേക്കാനുണ്ട്, അത് തേച്ച് വെളുപ്പിക്കാം. മഴ കാരണം ഇത് കറി വെച്ച് കാണിക്കാൻ പറ്റുകയില്ല. മഴയൊന്നുമില്ലാത്ത സമയത്ത് കിട്ടുമ്പോൾ വെളിയിലിട്ടാണ് കറി വെക്കുന്നത്. മഴയൊന്നുമില്ലാത്ത സമയത്ത് കിട്ടുമ്പോൾ കറി വെച്ച് കാണിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. ഇനിയിപ്പോൾ ഇത് ഞാൻ അടുത്ത മഴ വരുമോ, ഇത് ഞാൻ പെട്ടെന്ന് തേച്ചെടുക്കട്ടെ. അടുത്തത് തേക്കാൻ വേണ്ടി അതും ഇതുപോലെ തന്നെ കണ്ടിച്ച് തേക്കുക.